കോഴിക്കോട് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട CER ഫണ്ട് അനുവദിക്കണമെന്നാവശ്യവുമായി പള്ളിക്കൽ പഞ്ചായത്ത്. തുക ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നടപടിയുണ്ടായില്ലെങ്കിൽ വീണ്ടും ആവശ്യവുമായി രംഗത്തിറങ്ങുമെന്നും പള്ളിക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP സക്കീർ മാസ്റ്റർ. പള്ളിക്കൽ പഞ്ചായത്തിലെ ഈ 12ാം വാർഡ് അതേപോലെ ഇതിൻ്റെ ചുറ്റുഭാഗത്ത് ഈ നിൽക്കുന്ന ഏരിയ, ഈ കരിപ്പൂരിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഏരിയയാണ് ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത് എയർപോർട്ടിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും CER ഫണ്ട് ലഭ്യമാകേണ്ടത് നമ്മളെ ആളുകൾക്കാണ്, ഇവിടുത്തെ ആളുകൾക്കാണ് അത് കിട്ടേണ്ടത്. ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എയർപോർട്ടിൽ നിന്ന് വരുന്ന മലിനജലം. ആ മലിനജലം നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. അത് വന്നിട്ടാണ് ഇവിടെ എല്ലാവിധ നാശവും ഉണ്ടാവുന്നത്. ഇവിടെ ചുറ്റുഭാഗത്ത് പരിസരത്തുള്ള കിണറുകൾ, അതേമാതിരി റോഡുകൾ, മറ്റ് കൃഷിയിടങ്ങളിലൊക്കെ അത് വന്നിട്ട്. അപ്പോൾ അതിന് കറക്റ്റ് ഒരു പദ്ധതി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുന്ന് വരുന്ന വെള്ളം മൊത്തം നമ്മളെ ഈ തോട്ടിലൂടെ ഇവിടെ നമ്മളെ ചോലയിലൂടെ ഒഴുക്കി കൊണ്ടുപോയിട്ട് ചെറുളത്തോട്ടിലേക്ക് ഇറക്കി വിടുന്ന ഒരു ഡ്രെയിനേജാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിന് ഉള്ള ഫണ്ട് ആണ് നമ്മൾ ആവശ്യപ്പെട്ടത്. കറക്റ്റ് പ്രൊജക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മളെ ബജറ്റിൽ നമ്മളത് പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ എയർപോർട്ടിലും അതേപോലെ കലക്ടർക്കുമൊക്കെ പഞ്ചായത്ത് ഭരണസമിതി നിരന്തരം നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടും, നമുക്ക് ലഭ്യമാകും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷ. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമരത്തിൻ്റെ മാർഗം രണ്ടാമതും സ്വീകരിക്കേണ്ടി വരും. കാരണം പലപ്പോഴും വാഗ്ദാന ലംഘനങ്ങളാണ് എയർപോർട്ട് അതോറിറ്റിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നടപ്പിലാക്കിയെങ്കിലും തന്ന വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല. റോഡിൻ്റെ ഒരു വാഗ്ദാനം പറഞ്ഞിരുന്നു. അതുപോലുള്ള വാഗ്ദാന ലംഘനങ്ങൾ ഒഴിവാക്കിയിട്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും എയർപോർട്ടുമായിട്ട് സഹകരിക്കാൻ സാധാരണക്കാർ തയ്യാറാകും എന്നാണ് ഞങ്ങളൊക്കെ കാഴ്ചപ്പാട്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വിനിയോഗിക്കാനുള്ള CER ഫണ്ട് വിഹിതത്തിൽ നേരത്തെ പള്ളിക്കൽ പഞ്ചായത്ത് നൽകിയ 2 പദ്ധതികളും ഒഴിവാക്കിയിരുന്നു. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് മഴവെള്ളം കുത്തിയൊലിച്ചെത്തി പരിസരവാസികൾക്കുണ്ടാകുന്ന പ്രയാസം പരിഹരിക്കാനുള്ള പദ്ധതിയാണ് പ്രധാനമായും പഞ്ചായത്ത് സമർപ്പിച്ചിരുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് പള്ളിക്കൽ പഞ്ചായത്തിന്റെ പദ്ധതികൾ കൂടി അനുവദിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഇതുവരെ അത് ലഭിച്ചിട്ടില്ലെന്നും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KP മുസ്തഫ തങ്ങളും പറഞ്ഞു. CER വിഷയത്തിൽ തദ്ദേശവാസികളെ കൂട്ടി സമരസമിതി സമരം നടത്തിയിരുന്നു. ആ സമരം നടത്തുകയും പിന്നെ നിയമ പോരാട്ടങ്ങളൊക്കെ നടത്തിയതിൻ്റെ ഫലമായിട്ട് പള്ളിക്കൽ പഞ്ചായത്ത് നിർദ്ദേശിച്ച 2 പദ്ധതികൾക്ക് പണം അനുവദിക്കാമെന്ന് എയർപോർട്ട് ഡയറക്ടറും ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുമൊക്കെ നമുക്ക് ഉറപ്പ് നൽകിയതാണ്. കാരണം ക്രമവിരുദ്ധമായിട്ടാണ് അവർ മറ്റുള്ള മേഖലയിലേക്ക് പണം കൊണ്ടുപോയിട്ടുള്ളത്. CER ഫണ്ട് ഒരിക്കലും ഈ പ്രദേശത്ത് നിന്നല്ലാതെ ഇവിടുത്തെ മലിനജലങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനും അതുപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ലംഘിച്ചുകൊണ്ടാണ് മറ്റ് ജില്ലകളിലേക്ക് ഫണ്ട് കടത്തിയിട്ടുള്ളത്. ഈ കാര്യം ഞങ്ങൾ സമരമാർഗത്തിലെയും മറ്റും ബോധ്യപ്പെടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബ് MP ഒക്കെ ഇടപെട്ടു. ആ ഫണ്ടുകൾ പള്ളിക്കൽ പഞ്ചായത്ത് നിർദ്ദേശിച്ച പദ്ധതികൾക്ക് നൽകാനായി പുനഃ ആവിഷ്കരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതായിരുന്നു. പക്ഷേ ആ ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. സ്ഥലം മാറിപ്പോയ എയർപോർട്ട് ഡയറക്ടർ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ ഉറപ്പ് തന്നെ നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരസമിതിയും പഞ്ചായത്ത് ഭരണസമിതിയും ഒക്കെ പുതിയ ഡയറക്ടറുമായി അടുത്ത ദിവസം ചർച്ച നടത്തുകയും അനുകൂലമായ നിലപാടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്. ഒരു കാരണവശാലും ഞങ്ങളെ പഞ്ചായത്തിന് പ്രദേശവാസികൾക്ക് അർഹതപ്പെട്ട ആവശ്യമായ ഫണ്ട് ഒരു കാരണവശാലും വകമാറ്റി മറ്റ് പ്രദേശത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ശക്തമായ പ്രക്ഷോഭരങ്ങളുമായി വീണ്ടും രംഗത്ത് ഇറങ്ങേണ്ടി വരുമെന്നാണ് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക് A1.